ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. May the holy name of Jesus be glorified. The song that was sung was a blessed song. May the Lord bless each one of you. ഈ ക്ലാസ്സിൽ എൻ്റെ ജീവിതത്തിന്റെ ജീവിതാനുഭവങ്ങളുടെ ചെറിയ ചെറിയ ഭാഗങ്ങൾ നിങ്ങളോട് പറയുവാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ സ്നാനത്തെ കുറിച്ചാണ്. Through this studies, also I want to share few of my life experiences. Today I want to share with you about my baptism. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഞായറാഴ്ച ഒരു ക്രിസ്തീയ ആരാധനയിൽ ഞാൻ പങ്കെടുക്കുന്നത് കൊച്ചറ ഷാരോൺ ചർച്ചാണ്. In my life, for the first time, I was participating in a Christian worship in my own village town in a place called Kochara. അന്ന് ഞാൻ അവിടെ ചെന്ന സമയത്ത് ആ ഞായറാഴ്ച അവിടെ ലോർഡ് സപ്പർ കർത്തൃമേശ ഉണ്ടായിരുന്നു. That Sunday I had gone there, they had the Lord's Supper. എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. I didn't know anything about it. പാസ്റ്റർ തന്നെയാണ് ഈ ശുശ്രൂഷകൾ നടത്തുന്നതും അപ്പവീഞ്ഞകൾ ജനങ്ങളുടെ അടുക്കൽ കൊണ്ടുകൊടുക്കുന്നതും പാസ്റ്റർ തന്നെയായിരുന്നു. The pastor himself was conducting the Holy Communion. He was only taking the bread and the wine to the people. അപ്പോൾ അദ്ദേഹം എല്ലാവർക്കും കൊടുത്തു. എൻ്റെ അടുക്കൽ വന്നപ്പോൾ എനിക്കും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ എൻ്റെ ഇടത്തും വലത്തും ഇരിക്കുന്നവർക്ക് ഈ അപ്പവീഞ്ഞകൾ കൊടുത്തിട്ട് അദ്ദേഹം അങ്ങ് പോയി. When he was coming and giving to all, I thought I will also receive. He gave to my person on my left and my right. He gave and went back. I did not get it. വലിയ പ്രതീക്ഷയോട് കൂടി ചെന്ന എനിക്ക് ഈ കർത്തൃമേശയെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. എന്നോട് ഒരു അവഗണന കാണിച്ചു, മുഖപക്ഷം കാണിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. I went with a great expectation that I will also receive, and I was thinking that they showed some partiality towards me. എന്റെ ഗ്രാമത്തിലുള്ളവരെ എല്ലാവർക്കും എന്നെ അറിയാം, എനിക്ക് അവരെയും അറിയാം. പാസ്റ്റർ അവിടെ വന്ന് ശുശ്രൂഷിക്കുന്നയാളാണ്. അദ്ദേഹം ഇത്രയും ജനങ്ങളുടെ മുൻപിൽ എന്നെ അവഗണിച്ചു ആയിട്ട് എനിക്ക് തോന്നി. എൻ്റെ ആദ്യ ഒരു ക്രിസ്തീയ ചർച്ചിൽ ആരാധനയ്ക്ക് കടന്നുചെന്ന ഒരു ഹൈന്ദവനായിരുന്ന എൻ്റെ ജീവിതത്തിന്റെ അനുഭവമാണത്. Yeah, I knew about all the people in my village. The pastor used to come to our neighbors and share the gospel and preach to them. And in front of all, he did not give me this communion, and I was like ashamed in front of all, and I was feeling that I was not left out. ബുദ്ധിമാനായ എൻ്റെ പാസ്റ്റർ ആ സഭായോഗത്തിന് ശേഷം എന്നെ അടുക്കൽ വിളിച്ചു. The pastor, who was very intelligent, he came. He called me after the service was over. അദ്ദേഹം എന്നോട് പറഞ്ഞു, ബ്രദർ, ഇത് ഈ ബ്രെഡും വൈനും വിശപ്പിന് ഒന്നും കൊടുക്കുന്നതല്ല. ഇത് യേശു കർത്താവിന്റെ ക്രൂശു മരണത്തെ ചിത്രീകരിക്കുന്നതാണ്. അത് സ്നാനപ്പെട്ടവർക്കാണ് അത് കൊടുക്കുന്നത്. ബ്രദർ സ്നാനപ്പെടാത്തതുകൊണ്ടാണ് തരാത്തത്. അതുകൊണ്ട് ഭാരമൊന്നും ഉണ്ടാകരുതെന്ന് എന്നോട് പറഞ്ഞു. He came and told me wisely that brother, this is not for those who are hungry to have this bread and this grape juice. Only for those who have taken the water baptism can take part of it. That is, since you have not taken, we didn't give it to you. Please do not be burdened about it. പാസ്റ്റർ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ അതോടുകൂടി പിന്നൊരു ക്രിസ്തീയ യോഗത്തിൽ പോവുകയില്ലായിരുന്നു. If the pastor had not let me know about that, I would have not gone anymore to any kind of Christian fellowship. കാരണം ഇതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ആരംഭ സമയമാണ്. Because I didn't know anything about it. This was my initial days in the Lord. അപ്പോൾ മുതൽ യേശുവിന്റെ ക്രൂശ് മരണത്തെ ധ്യാനിക്കുന്നതാണ് കർത്തൃമേശ. അതിന് ഞാൻ സ്നാനപ്പെടാതിരിക്കുന്നതാണ് തടസ്സമെങ്കിൽ എനിക്ക് സ്നാനപ്പെടണമെന്നൊരാഗ്രഹമുണ്ടായി. From then on, when the Lord's Supper is showing the sufferings that Jesus came through on the cross, and when it is meditating upon the cross, and if I do not take baptism, I may not be able to take part of it. So I took a decision that I also want to take the water baptism. സ്നാനത്തിന്റെ അർത്ഥമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. യേശുവിന്റെ ക്രൂശിൽ നിന്നും എന്നെ അകറ്റുന്നതെന്തും എനിക്ക് സഹിക്കുവാൻ കഴിയാത്ത കാര്യമായിരുന്നില്ല. I didn't know anything about baptism, but I did not want to be away from anything that left me or took me away from the cross. ഞങ്ങളുടെ വീടിന് മുന്നിൽ സാമാന്യം വലിപ്പമുള്ള ഒരു കുളമുണ്ട്. ഞങ്ങളുടെ ബാല്യകാലത്തൊക്കെ ഞങ്ങൾ അതിലൂടെയൊക്കെ ഈ വാഴപ്പിണ്ടി കൊണ്ടുള്ള ചെങ്ങാടമൊക്കെ ഉണ്ടാക്കി കളിച്ചു. അല്പം വിശാലമായ ഒരു കുളമുണ്ട്. അവിടെ എന്നെ സ്നാനപ്പെടുത്തണമെന്ന് ഞാൻ എൻ്റെ പാസ്റ്ററോട് ആവശ്യപ്പെട്ടു.
There is a pond which is near our home, which we used to go and play in our younger days. So I requested the pastor that he would baptize me in that pond. പാസ്റ്റർ ബുദ്ധിമാനായിരുന്നതുകൊണ്ട് എന്നെ സ്നാനപ്പെടുത്തുമെന്നോ സ്നാനപ്പെടുത്തുകയില്ലെന്നോ ഒന്നും പറഞ്ഞില്ല. Because the pastor was very wise, he didn't say, I will baptize you or I will not baptize you. ഓരോ ആഴ്ച ഓരോ ദിവസവും ഞാൻ ഇങ്ങനെ പറയും തോറും സ്നാനപ്പെടുത്താമെന്നുള്ളതല്ലാതെ എന്നെ സ്നാനപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായില്ല. Each week when I asked him, I want to take baptism, he said he will baptize, but he was not ready to give baptism to me. കാരണം ഞാൻ ഈ വിശ്വാസത്തിൽ നിൽക്കുമോ ഈ പഠനം അദ്ദേഹം എന്നെ കുറിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. Because he was studying about me, whether I will still stay strong in faith, will I stand strong in faith. ഞങ്ങളുടെ വീടിന്റെ മുൻപിലുള്ള ആ കുളത്തിൽ സ്നാനപ്പെടുത്തുകയില്ലെന്ന് അദ്ദേഹം നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. അതൊരു മതിലകളെ ഉണ്ടാകും എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു, പക്ഷെ എന്നോടത് പറഞ്ഞില്ല. He had decided before that he will not baptize me anyway near the pond near my home because it might create a lot of reaction around. So he had already decided he will not give me baptism in that pond. അവസാനം എന്റെ നിർബന്ധം സഹിക്കാതെ വന്നപ്പോൾ പാസ്റ്റർ എന്നെ സ്നാനപ്പെടുത്താൻ തയ്യാറായി. Finally, the way that I was compelling him, he was not able to bear it, so he was ready to give me baptism. ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത്, ഞങ്ങളുടെ ചർച്ചിന്റെയൊക്കെ വളരെ പുറകിലുള്ള ഒരു സ്ഥലത്താണ് സ്നാനം ക്രമീകരിച്ചത്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു 2 കിലോമീറ്റർ അകലെ. So the baptism place was prepared in a place which I did not expect, around 2 kilometers away from our home, the place which I had not expected to take baptism in. എങ്കിലും എന്റെ സ്നാനത്തെ കുറിച്ച് എല്ലാവരും അറിഞ്ഞു. ഞങ്ങളുടെ കുടുംബചരിത്രത്തിലെ ആദ്യത്തെ ക്രിസ്ത്യൻ സ്നാനമാണ്. ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിൽ അതൊരു കാട്ടുതീ പോലെ പരന്നു. Even then, people in our family and our home came to know that there's a first Christian baptism from our family. The news spread like forest fire. എന്റെ സ്നാനത്തിന് ധാരാളം ആൾക്കാർ, ഞങ്ങളുടെ ഗ്രാമനിവാസികൾ ഒന്നിച്ചുകൂടി. അത് പാസ്റ്ററേയും അത്ഭുതപ്പെടുത്തി. So for my baptism, many villages, all those who were around, came in large number, and it was surprising even to the pastor. What happened? ഡോക്ടറിന്റെ കേൾക്കുന്നുണ്ട് പാസ്റ്റർ? I can hear. Okay. വളരെയധികം ആൾക്കാര് എന്റെ സ്നാനം കാണേണ്ടതിനായിട്ട് അവിടെ വന്നു. അത് പാസ്റ്ററേയും അത്ഭുതപ്പെടുത്തി. Yeah, many people came in to see my baptism, and it was very surprising even to the pastor. വലിയ ഡ്രമ്മൊക്കെ അടിച്ച് പാട്ടുപാടി ഇങ്ങനെ ലൈനായിട്ടാണ് ഈ സ്നാനത്തിന് പോകുന്നത്. So all are in a big line. ഒരു 1-2 ഫർലോങ്, അപ്പോൾ ആ വഴിയിലുള്ള ആൾക്കാരെല്ലാം ഓടിക്കൂടി വരും. So it was like a procession, 1 to 2 furlongs we were going, and all those people around seeing this, they also came to join us. എന്റെ സ്നാനം കാണാൻ ചിലർ മരത്തേൽ വരെ കയറിയിരുന്നു. നല്ലവരെ കാണാനായിട്ട് ചിലർ മരത്തേൽ വരെ കയറിയിരുന്നു. To see my baptism, some people even climbed the tree and wanted to view how I am taking the baptism. എന്റെ ടേൺ വന്നപ്പോൾ ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, എനിക്ക് ഒരു 3 ഹല്ലേലൂയ പറയണം, അത് കഴിഞ്ഞ് എന്നെ സ്നാനപ്പെടുത്തണമെന്ന് പറഞ്ഞു. So when my turn came to take the baptism, I requested the pastor, I want to shout 3 hallelujah. After that, you can give me the baptism. ഞാൻ ഹല്ലേലൂയ പറഞ്ഞു. അത് ഞങ്ങളുടെ ഹൈറേഞ്ചിന്റെ മലകളിൽ തട്ടി പ്രതിധ്വനിക്കുന്ന പോലെ എനിക്ക് തോന്നി. So I shouted out hallelujah, and it echoed from the mountains. It was like a voice which was echoing in the mountains. എന്നെ പാസ്റ്റർ എന്നെ സ്നാനപ്പെടുത്തി. So the pastor baptized me. സ്നാനം കഴിഞ്ഞ് ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുകയാണ്. So I finished my baptism. I'm going back home. ആ കാലങ്ങളില് 1974 കേരളത്തിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് ആൾക്കാർ പോകും. In those days, in 1974, people from Kerala traveled to Singapore. അവർക്ക് പ്രത്യേകമായിട്ടുള്ള പ്ലാസ്റ്റിക് സഞ്ചി ഉണ്ടാകും. അതുപോലെ തന്നെ ഈ കാലയിലൊക്കെ ഒരു സൈസ് കളർഫുൾ ചപ്പലൊക്കെ ഉണ്ടായി. ഇത് കാണുമ്പോൾ നമുക്കറിയാം ഇവര് സിംഗപ്പൂരിലോട്ട് വരുന്നു എന്നുള്ളൊരു നമുക്കിവരെ കാണുമ്പോൾ അറിയാം. So they will have a special type of plastic case, and they will have colorful sandals, and when we look at them only we know they are going or they have come back from Singapore. അപ്പൊ ഇതുപോലെ ഞാൻ ഇങ്ങനെ സ്നാനം കഴിഞ്ഞ് ഈ നനഞ്ഞ തുണിയൊക്കെ ഒരു പ്ലാസ്റ്റിക് സഞ്ചിയിൽ വെച്ച് വലിയ സന്തോഷത്തോടെ കൊച്ചറ ടൗണിലൂടെ എന്റെ വീട്ടിലോട്ട് നടന്നു പോവുകയാണ്. So I also finished my baptism, and the wet clothes I put it in one plastic bag, and I was going in the Kochara town with a great joy.
അപ്പോൾ ഒരു സ്ത്രീ എന്റെ അടുക്കൽ വന്നു. That time a lady came to me. അവർ ഞങ്ങളുടെ അയൽവാസിയാണ്. She was our neighbor. അവരെന്നോട് ചോദിച്ചു, ഇടാ ഗോപാലകൃഷ്ണ, കാക്ക കുളിച്ചാൽ കൊക്കാകൂടാ എന്ന് ചോദിച്ചു. അവരതിൽ നിന്ന് ഉദ്ദേശിച്ചത്, നീ ഒരു ഹിന്ദു, നീ സ്നാനപ്പെട്ട ക്രിസ്ത്യാനിയാകുമോ എന്നാണ് അതിൽ നിന്നും ഉദ്ദേശിച്ചത്. Lady said a proverb which means that if you are a Hindu, so if you just take baptism, will you become a Christian? ഞാൻ അവരോട്, ഈ കാക്ക കുളിച്ചാൽ കൊക്കാകില്ലെന്ന് എനിക്കറിയാം, രണ്ടാമത് ഞാൻ കാക്കയും കൊക്കുമല്ലെന്നും അറിയാം. അതുകൊണ്ട് അവരോട് മറുപടി പറയേണ്ട ആവശ്യം തോന്നിയില്ല. രണ്ടാമത് ഒരു ക്രിസ്ത്യാനിയാകുമോ എന്നുള്ള ചോദ്യത്തിനും മറുപടി പറയേണ്ട. ഒരു ക്രിസ്ത്യാനിക്കാണ് സ്നാനം. യേശുവിനെ സ്വീകരിക്കുന്ന എവരും ക്രിസ്ത്യാനിയാണെന്നും എനിക്കറിയാം. ഇതൊന്നും ഞങ്ങളുടെ ആ നെയ്ബറിന് അറിയാത്തതുകൊണ്ട് മറുപടി ഒന്നും പറഞ്ഞില്ല. So I didn't want to answer because I knew the hen cannot become a crow or a crow otherwise. And also, if you are not Christian, you can't take baptism. So I didn't want to answer her because she was not aware of it. അതായിരുന്നു എന്നെ സ്നാനം കഴിഞ്ഞ് എനിക്ക് കിട്ടിയ ആദ്യത്തെ അപ്രിഷിയേഷൻ. അത് കഴിഞ്ഞ് എന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. That was the first appreciation I got once I took baptism, and then I returned home. ഇപ്പോൾ എന്റെ വീട്ടിൽ എന്റെ സഹോദരങ്ങളെല്ലാം ഈ വിവരം അറിഞ്ഞ് എല്ലാവരും കൂടി ഒന്നിച്ചവിടെ കൂടിയിട്ടുണ്ട്. So that day, my brothers and all came to know about this news, and they were all joined together and there. എന്റെ ജ്യേഷ്ഠൻ സുകുമാരൻ എന്നെ വളരെ പ്രത്യേക രീതിയിലാണ് എന്നെ സ്വാഗതം ചെയ്തത്. My elder brother Sukumaran, he welcomed me in a special way. പാസ്റ്റർ എനിക്ക് പോൾ എന്ന പേരിട്ടു. അപ്പോൾ എന്റെ വീട്ടുകാർക്ക് എന്റെ ജ്യേഷ്ഠൻ അത് മോള എന്നാണ് തിരിഞ്ഞത്. Pastor had named me Paul, and our people in our home came to know it as Mol. മോൾ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ വിളിക്കുന്നതാണ്. Mol in here Malayalam language is for those girls they called Mol. അപ്പോൾ എന്നോട് പറഞ്ഞടാ, ക്രിസ്ത്യാനികളെല്ലാം നിന്റെ പേര് മാറ്റി ഇപ്പൊ മോളെ എന്ന് വിളിക്കുന്നതാണല്ലോ ഞങ്ങൾ കേട്ടത് എന്ന് പറഞ്ഞാണ് അദ്ദേഹം എന്നെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്തത്. So he welcomed me by saying, "Oh, Christians have changed your name. They've changed you. They're calling you Mole, and they welcome me in such a way into our home." അതിന് ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പോൾ I didn't want to reply to him at that time. ഞാൻ മറുപടി കൊടുത്തു. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ 4 മക്കളെയും ഞാൻ സ്നാനപ്പെടുത്തിക്കൊണ്ട് അതിന് മറുപടി കൊടുത്തു. I answered it in a way, in such way that God prepared that my elder brother, his wife, and 4 children, God gave me the grace to baptize them, and I answered them in that way. ദൈവം എത്രയോ അത്ഭുതവാനാണ്. Amen. Our Lord is a wonder-working God. അതിനാണ് എനിക്ക് സ്നാനപ്പെടുവാനുള്ള ഭാഗ്യം ദൈവം നൽകിയത്. In that way, the Lord gave me the blessedness of taking the water baptism. ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചത് എന്നുള്ളത് അടുത്ത ആഴ്ചയിൽ നമുക്ക് ചിന്തിക്കാം. If the Lord is willing, I would want to share how I received the baptism of the Holy Spirit in the coming week. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സഭകളെ കുറിച്ചാണ്. We are studying about the churches which are revealed in the book of Revelation. 2-3 അധ്യായങ്ങളിൽ 7 സഭകളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. In chapters 2 and 3 there are 7 churches which are written. അതിൽ എഫെസോസ് സഭയെ കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. In that we looked about the church of Ephesus in the last week. ഇത് നമ്മൾ രണ്ടാമത്തെ സഭയെ കുറിച്ചാണ് ചിന്തിക്കുവാൻ പോകുന്നത്. Today we are going to look about the second church. അത് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 18 മുതൽ ഉള്ള വാക്യങ്ങളിൽ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. The second church is mentioned between chapter 2 verse 8 to 11. ഞാനത് മലയാളത്തിൽ വായിക്കാം, ഡോക്ടർ ജസ്റ്റിന് അത് ഇംഗ്ലീഷിൽ വായിക്കും. മുർന്നയിലെ സഭയുടെ ദൂതൻ എഴുതുക, മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നതാനും ഞങ്ങൾ യഹൂദന്മാർ എന്ന് പറയുന്നു എന്നെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരുടെ ദൂഷണവും അറിയുന്നു. നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന്,
ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് രണ്ടാമത്തെ മരണത്താൽ ദോഷം വരികയില്ല. Revelation chapter 2 verse 8 onwards. And to the angel of the church in Smyrna write, these things says the first and the last, who was dead and came to life. I know your works, tribulation and poverty, but you are rich. And I know the blasphemy of those who say they are Jews and are not, but are a synagogue of Satan. Do not fear any of those things which you are about to suffer. Indeed, the devil is about to throw some of you into prison, that you may be tested, and you will have tribulation 10 days. Be faithful until death, and I will give you the crown of life. He who has an ear, let him hear what the Spirit says to the churches. He who overcomes shall not be hurt by the second death. നമ്മൾ കഴിഞ്ഞ എഫെസോസ് സഭയിൽ നിന്ന്, അല്ലെങ്കിൽ ആ പട്ടണത്തിൽ നിന്ന് 50 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് സ്മുർന. The church of Ephesus, which we had studied in the last week, it is about 50 miles apart is this church in Smyrna. ഈജിയൻ കടലിന് തീരത്തുള്ള ഒരു പട്ടണമാണിത്. ഇതൊരു തുറമുഖ പട്ടണമായിരുന്നു. This city was near the Aegean Sea. It was an open city. ഇന്ന് അത് ടർക്കിയിലാണ്. It is in the modern day Turkey. 1930 ഇതിന്റെ പേര് മാറ്റിയിട്ട് ഇസ്മർ, ISMIR, ഇസ്മർ എന്ന പേരിലാണ് ഇന്നറിയപ്പെടുന്നത്. In the 1930, they changed this name of the city into this new name, IZMAR, Ismar. അത് ഈ മൂര് എന്ന് പറയുന്ന ഒരു വാക്ക്, ധാരാളം മൂര് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുമായിരുന്നു. യേശുവിന് സമർപ്പിച്ച പൊന്ന്, മൂര്, കുന്തിരിക്കം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇതിൽ നിന്നാണ് ഈ സ്മുർന എന്ന പേരുണ്ടായത്. The Smyrna came from this word because in that city a lot of myrrh, which was used very widely in those days, one of the items which was offered to the child Jesus. So the Smyrna comes from that word myrrh. അതിന്റെ അർത്ഥം കയ്പ് എന്നാണ്. The meaning of it is sour. സഭാചരിത്രത്തിൽ പോളികാർപ്പിനെ പോലുള്ള സഭാപിതാക്കന്മാർ രക്തസാക്ഷികളായി തീർന്ന ഒരു പട്ടണമാണ് ഈ സ്മുർന. So early church, the ancestors, the place where they became martyrs for the Lord was in this place, Smyrna. ഈ സ്മുർന സഭയെ 5 ഭാഗമായിട്ട് തിരിച്ചാണ് നാം ഇന്ന് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. This church in Smyrna, we want to divide into 5 portions and want to study about it. ഒന്ന്, കർത്താവിന്റെ പ്രത്യക്ഷത, വാക്യം 8, 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. One is the revelation about Jesus in verse 8. രണ്ടാമത് കർത്താവിന്റെ അറിവ്, the foreknowledge of Jesus Christ, chapter 2 verse 9. Chapter 2 verse 9, it says about the foreknowledge of Jesus Christ. മൂന്നാമത്തെ കാര്യം, the prophecy of Jesus Christ, കർത്താവിന്റെ പ്രവചനം. രണ്ടാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. In chapter 2 verse 10, it is about the prophecy of Jesus Christ. നാലാമതായിട്ട് the commandment of Jesus Christ, അത് വെളിപ്പാട് 2:10 രേഖപ്പെടുത്തിയിരിക്കുന്നു. Chapter 2 verse 10, the commandment of Jesus Christ. അഞ്ചാമതായിട്ട് the promise of Jesus Christ, അത് 2-ാം അധ്യായം 10 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണും. Chapter 2 verse 10 and 11, the promise of Jesus Christ. ഇങ്ങനെ 5 ആയിട്ട് വിഭജിച്ചാണ് ഈ സഭയെ നമ്മൾ പഠിക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നത്. So in 5 portions we want to divide it and want to study the Lord. 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ കർത്താവ് ഈ സഭയ്ക്ക് പ്രത്യക്ഷനാകുന്നത് ഓരോ സഭകൾക്കും വ്യത്യസ്തമായിട്ടാണ് കർത്താവ് പ്രത്യക്ഷനാകുന്നത്. ഈ സഭയ്ക്ക് Chapter 2 verse 8, we see the appearance of the Lord Jesus. Into each churches he is appearing in various ways. ഇവിടെ കർത്താവ് പ്രത്യക്ഷനാകുന്നത്, കർത്താവ് പറയുകയാണ്, ഞാൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുന്നു, ഞാൻ ആദ്യനാണ്, ഞാൻ അന്ത്യനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സഭയിലേക്ക് വരുന്നത്. Here the Lord says, I was dead and came to life. I am the first and the last, and he is coming to this church. വളരെ കഷ്ടതയിലൂടെയും വേദനയിലൂടെയും രക്തസാക്ഷിത്വത്തിലൂടെയും കടന്നു പോകുന്ന സഭയോട് കർത്താവ് പറയുകയാണ്, മരണത്തെ ഒന്നും ഭയപ്പെടേണ്ട, ഞാൻ മരിച്ചവനായിരുന്നു, ഞാനിത്.
This church, which went through a lot of difficulties and through a lot of pain, the Lord is saying, do not be afraid. I was dead. I have come to life. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ഭയപ്പെടുന്നതായിട്ടുള്ള കാരണം മരണമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള തത്രപ്പാടുകളാണ് അവനുള്ളത്. പക്ഷെ ഇവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ മരണത്തിലൂടെ കടന്നുപോയി. In the life of a person going through a death-like situation is one of the most painful ways that they can go through. And here the Lord says, I have gone through that death. പക്ഷെ ഞാൻ വീണ്ടും ജീവിക്കുന്നു. Again, I have come back to life. യേശുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ലോകത്തിൽ ഒത്തിരി മഹാന്മാർ, ഒത്തിരി പ്രവാചകന്മാർ, ഒത്തിരി മതസ്ഥാപകർ ഇവിടെ വന്നിട്ടുണ്ട്. When we study about the Lord Jesus, there were many religious leaders, many godlike men who had come into this world. അവരെയൊക്കെ നമ്മൾ ആദരിക്കുന്നു. We all respect them. പക്ഷെ അവരുടെയൊക്കെ മരണത്തോടുകൂടി പിന്നെ ശേഷിക്കുന്ന ഒരു കല്ലറ മാത്രമേ ഉള്ളൂ. But they all, once they have died, only the thing that remains is their tomb. അടഞ്ഞു കിടക്കുകയാണ് കല്ലറകൾ. The tomb is closed. മൃതശരീരം ഏറ്റവും കൂടുതൽ മനോഹരമായി സൂക്ഷിക്കുന്നവർ ഈജിപ്തുകാരായിരുന്നു. The Egyptians really preserved the dead bodies. അവരുണ്ടാക്കിയ പിരമിഡുകളൊക്കെ മൃതശരീരങ്ങൾ അടക്കേണ്ടതിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. The pyramids that they had established was to bury these dead bodies. സ്വർണ്ണ പെട്ടികളിൽ അവർ അടക്കുമായിരുന്നു. They used to preserve in golden boxes. അങ്ങനെ മരിച്ചവരുടെ പ്രതിമകൾ ഉണ്ടാക്കുന്നു, അവരുടെ ശവകുടീരങ്ങൾ ഒരുക്കുന്നു. പക്ഷേ തുറക്കപ്പെട്ട ഒരു കല്ലറ നമുക്ക് കാണാൻ ഒക്കെയല്ല. Like that, they establish or build certain of their features, their statues, but nowhere we see an open tomb. നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന് ജൂതന്മാരും റോമാക്കാരും ചിന്തിച്ചു. The Jews and the Romans thought once our Lord Jesus was crucified, all the problems with this man is over. അരിമത്തക്കാരനായ യോസഫിന്റെ കല്ലറയിൽ കർത്താവിനെ അടക്കിയിട്ട് ആ കല്ലറ മുദ്ര വെച്ച് ഇറ്റാലിയൻ പട്ടാളക്കാരെ കാവലവിടെ നിർത്തുകയാണ്. They buried Jesus' body in the tomb of Joseph of Arimathea, and they have installed the Italian soldiers to take guard of the tomb. വളരെ അപൂർവമായ ഒരു കാര്യമാണത്. That was a very strange thing in those days. യേശു ഉയർക്കാതിരിക്കേണ്ടതിന് വേണ്ടി they wanted to somehow prevent him from rising up. എന്നാൽ മൂന്നാം നാൾ നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. But our Lord Jesus rose up on the third day. ആ കല്ലറ തുറക്കപ്പെട്ട് കിടക്കുകയാണ്. That tomb is open even now. ആ കല്ലറയുടെ മുൻപിൽ നിന്ന് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, ആ കല്ലറയ്ക്ക് അകത്ത് ഞാൻ കയറിയിട്ടുണ്ട്. I have preached in front of the tomb. I have entered into the tomb. നമ്മുടെ കല്ലറ പോലുള്ള കല്ലറയല്ല ജൂതന്മാരുടെ കല്ലറകൾ. ഇപ്പോഴങ്ങനെയാണ്, പണ്ട് the tombs that we have here, it's not like the way that Jews have the tomb in those days. ഒരു ഗുഹ പോലെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കൊച്ചു മുറി പോലെ ആയിരിക്കും. അതിനകത്ത് കയറുകയും ഒക്കെ ചെയ്യാവുന്ന രീതിയാണ്. മണ്ണിട്ട് മൂടുന്ന, കോൺക്രീറ്റ് ചെയ്ത് മൂടുന്ന ഇന്നത്തെ ഒരു രീതി അന്ന് അവർക്കുണ്ടായിരുന്നില്ല. It will be like a cave which you can enter in. It is not like where we dig into the mud or put concrete. It's not like today's cemeteries. യേശുവിന്റെ കല്ലറയും അങ്ങനെ പാറയിൽ വെട്ടിയ ഒരു റൂമായിരുന്നു. കുറെ പേർക്ക് അതിനകത്ത് നിൽക്കാം. ഒരു 6-8 മൃതശരീരങ്ങൾ വേണമെങ്കിൽ അവിടെ വെക്കാം. ഒരു 10-20 പേർക്ക് വേണമെങ്കിൽ അതിനകത്ത് നിൽക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരു കല്ലറയായിരുന്നു അത്. The tomb of Jesus it was a place where at least 6 to 8 dead bodies can be kept, or 10 to 15 people can stand. That type of place was inside the cave. അതൊരു ധനികനായ ഒരു മന്ത്രിയുടെ കല്ലറയാണ്. അയാൾക്ക് വേണ്ടി അയാൾ ഉണ്ടാക്കി വെച്ചതാണ്. It was a tomb which was created for a rich man, and it was available that time. അയാൾ അത് കൊടുക്കുവാനായിട്ട് തയ്യാറായതും ഒരു അത്ഭുതം തന്നെയാണ്. The fact that he was ready to offer it for the burying of the body of the Lord Jesus is a miracle in itself. ആ കല്ലറയുടെ മുൻപിൽ ഒരു റോളിംഗ് സ്റ്റോൺ വളരെ വട്ടത്തിലുണ്ട്. അത് ഉരുട്ടി മാറ്റിയാൽ മതി. അങ്ങനെ മാറ്റി രക്ഷപ്പെടാതിരിക്കാനായിട്ടാണ് റോമൻ സീൽ വെച്ചിട്ട് പട്ടാളക്കാരെ അവിടെ കാവൽ നിർത്തിയത്. There is a big round stone which is at the entrance. Only if you roll that away, you can enter in. So not to open that Rome Empire had sealed it and kept the soldiers there.
പക്ഷെ ആ സീലെല്ലാം പോയി, അതെല്ലാം തുറക്കപ്പെട്ടു, അതിന്നും തുറക്കപ്പെട്ട് കിടക്കുകയാണ്. That seal all was broken apart and it was open, and it is open even today. എത്ര നല്ലൊരു കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. What a wonderful Lord we all worship. നമുക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം ജനിച്ച കർത്താവ്, The one who was born according to the scriptures. നമുക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ച കർത്താവ്, The one who died for us according to the scriptures. നമുക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റ കർത്താവ്, The one who rose from the dead according to the scriptures. നമുക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയ കർത്താവ്, The Lord who was risen up and was taken up, ascended into heaven according to the scriptures. ഇന്നും തന്റെ മക്കളുടെ അടുക്കിലേക്ക്, തന്റെ സഭയുടെ അടുക്കിലേക്ക് വരുന്ന കർത്താവ്, Even today among his children, among his church, the one who comes, the Lord. ഇന്നും സംസാരിക്കുന്ന കർത്താവ്, The Lord who speaks even today. വേദനയിലൂടെയും ദുഃഖത്തിലൂടെയും മരണഭയത്തിലൂടെയും കടന്നു പോകുന്ന ജനത്തോട് യേശു പറയാണ്, പേടിക്കേണ്ട, ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ ഇപ്പോൾ ജീവിക്കുന്നു. The Lord Jesus is speaking to those who are going through sorrows of death and fear of death. He's saying, do not be afraid. I have gone through that death. അതുകൊണ്ട് ഒരു ക്രിസ്തു ഭക്തന് മരണത്തെ ഭയപ്പെടാനില്ല. Therefore, a servant of God need not fear about death. എനിക്കും കോവിഡിന്റെ ഭയാനകമായ അനുഭവം ഉണ്ടായി. I also was affected by this COVID disease. അതിനു മുൻപ് തന്നെ എനിക്ക് ന്യൂമോണിയ ഉണ്ടായിരുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. Even before that, doctors say that I had pneumonia. ആ ന്യൂമോണിയ വളരെയധികമായി വർദ്ധിച്ചു. It had spread a lot of way in me. എന്റെ ലങ്സ് മുഴുവൻ ഈ ചക്കേരുക്ക് പോലെ ഇങ്ങനെ ഒട്ടിയിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. My lungs were all like it was like it was clogged like that. They had it was all affected. എന്റെ ഓക്സിജൻ, അതിന്റെ സാച്ചുറേഷൻ വളരെ കുറഞ്ഞു. My oxygen saturation has dropped down very much. എനിക്ക് സ്വയമായി ശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയായി. I was in a situation where I was not able to breathe on my own. എന്റെ മസിൽസ് പവർ എല്ലാം ഡൗൺ ആയതായിട്ട് എനിക്ക് മനസ്സിലായി. My muscle power was decreasing. I could understand. എന്റെ ലങ്സ് മുഴുവൻ കഫമാണെങ്കിലും എനിക്ക് ചുമയ്ക്കാൻ കഴിയുന്നില്ല. ആ പവർ എന്നിൽ നിന്ന് പോയി കഴിഞ്ഞു. Though there was congestion in full of my lungs, I was not able to cough. That even the power of coughing was gone. ഷുഗർ ലെവൽ 300 ആയിട്ട് ഷൂട്ടപ്പ് ചെയ്തു. My sugar levels had increased to 300. അവസാനം ഡോക്ടർ, എന്റെ സ്നേഹിതൻ സിബിയോട് ഇങ്ങനെ പറഞ്ഞു. In the end, Dr. Sibi, I spoke to him like this. എന്നെ ഡോക്ടേഴ്സ് ബഹുമാനാർത്ഥം ഹൈന്ദവ രീതിയിൽ അച്ഛനെന്നും എന്റെ ഭാര്യയെ അമ്മയെന്നുമാണ് വിളിച്ചിരുന്നത്. The doctors used to respectively call me as an achan and my wife as a mother. അപ്പോൾ അവർ പറഞ്ഞു അച്ഛന്റെ കാര്യം കൈവിട്ടു എന്നാണ് തോന്നുന്നത്. They were saying that we think that Achan's story is over. അപ്പോൾ സിബി പറഞ്ഞു, എന്റെ ഡോക്ടറെ അങ്ങനെ പറയരുത്, ഞങ്ങൾക്കത് കേൾക്കാൻ ഒക്കെയല്ല. So Sibi said, doctor, please do not say like that. We don't want to hear anything like that. ഡോക്ടർ പറഞ്ഞു, ഇത് ഞങ്ങളുടെ എത്തിക്സ് ആണ്, ഇത് ഞങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നാളെ പ്രശ്നമുണ്ടാകും, അല്ലാതെ ഞങ്ങൾക്ക് ഇത് പറയാൻ ആഗ്രഹമുണ്ടായിട്ടല്ല, ഞങ്ങൾ പറഞ്ഞേ ഒക്കൂ. എന്നിട്ട് അതിന്റെ കാരണം പറഞ്ഞു. Doctor said, ethically we have to say these things. If we don't say, we may get into problem. So we have to say about it. And they told the reason why they were saying like that. അദ്ദേഹം പറഞ്ഞു, പേഷ്യന്റിന്റെ പ്രായം, ന്യൂമോണിയ കൂടിയിരിക്കുന്നു, COVID-19 വൈറസ് കുറയുന്നില്ല, ഓക്സിജൻ ലെവൽ താണിരിക്കുന്നു, ഇത് ഷുഗർ ലെവൽ കൂടിയിരിക്കുന്നു, ഇതെല്ലാം കൂടെ കണക്കൂട്ടുമ്പോൾ ഞങ്ങൾക്ക് അതേ പറയാൻ ഒക്കൂ എന്ന് പറഞ്ഞു. They said the reasons his age is increased, his sugar levels are increased, oxygen has dropped down, he is having the COVID virus, is not settling, and his lungs are affected with pneumonia. ഞാൻ പറയട്ടെ, എനിക്ക് അല്പം പോലും ഭയമുണ്ടായില്ല, എനിക്ക് അല്പം പോലും ടെൻഷൻ ഉണ്ടായില്ല. Shall I say it to you truthfully? I was not even one bit afraid about it or going through any kind of tense feeling. ആ കാര്യം മാത്രമാണ് ഡോക്ടേഴ്സിന് ഒരു പ്രതീക്ഷയ്ക്ക് വക കൊടുത്തത്. That was the only thing that gave hope to the doctors that I could somehow recover.
അവരത് പറയുകയും ചെയ്തു. അച്ഛന്റെ പ്രതീക്ഷയുടെ വാക്കുകൾ, ഭയമില്ലാത്ത അനുഭവങ്ങൾ നമുക്ക് പ്രതീക്ഷയ്ക്ക് വക തരുന്നുണ്ട്. They were even saying that Achan's fearless words and his hope is what is also encouraging us to move forward. ഭയമില്ലാതിരുന്നത് എനിക്ക് സ്വാഭാവികമായിട്ട് ധൈര്യമുണ്ടെന്ന് ധരിക്കരുത്. ഞാനൊരു ഭയമുള്ള ആള് തന്നെയാണ്. പക്ഷേ ഈ യേശു എന്റെ ഹൃദയത്തിൽ വന്നതുകൊണ്ട് എനിക്ക് ഭയമുണ്ടായില്ല. It doesn't mean that naturally I don't become afraid, but because Jesus was in my heart, I did not want to have fear about it. ഇവിടെ യേശു പറയുകയാണ്, മരണത്തിലൂടെ കടന്നു പോകുന്ന ജനങ്ങളോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ മരിച്ചവനാണ്, ഇതാ ഞാൻ വീണ്ടും ജീവിക്കുന്നു. Here the Lord Jesus is saying to those who are going through the fear of death, do not be afraid. I have gone through death. Behold, I am alive. യേശു പറയുകയാണ്, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനുമാണ്. Jesus is saying, I am the first, I am the last. മനുഷ്യരുടെ ചിന്തയിൽ യേശു വന്നിട്ട് 2000 വർഷമേ ആയുള്ളൂ. In the mindset of human beings, the time when Jesus has come and gone is only 2000 years. അതിനു മുൻപ് ഇവിടെ മതങ്ങൾ ഉണ്ടായിരുന്നു. Before that there were a lot of religions. മതഗുരുക്കന്മാരുണ്ടായിരുന്നു. There were religious leaders. പ്രവാചകന്മാരുണ്ടായിരുന്നു. There were prophets. എന്നാൽ ഞാനൊരു സത്യം നിങ്ങളോട് പറയട്ടെ. But shall I tell you one truth to you? ഇവിടെ മതങ്ങൾ ഉണ്ടാകുന്നതിനു മുൻപേ, even before religions existed here, മതഗുരുക്കന്മാരും സ്ഥാപകരും ഉണ്ടാകുന്നതിനു മുൻപേ, even before the religious leaders and founders were present, മനുഷ്യൻ ഉണ്ടാകുന്നതിനു മുൻപേ, even before man was created, ഭൂമി ഉണ്ടാകുന്നതിനു മുൻപേ, even before earth was created, ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിനു മുൻപേ, even before this universe was created, ഞാൻ പ്രസംഗിക്കുന്ന യേശു ഉണ്ടായിരുന്നു. the Jesus whom I preach was present. അതുകൊണ്ട് യേശു പറയാണ്, ഞാൻ ആദ്യനാണ്. That is why Jesus boldly says, I am the beginning. യോഹന്നാൻ 1:1 ഇങ്ങനെ പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. In John chapter 1 verse 1, John says, in the beginning was the word, and the word was with God, and the word was God. യെശയ്യാ 9:6 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അവൻ വീരനാം ദൈവം, നിത്യപിതാവ്, എവർലാസ്റ്റിംഗ് ഫാദർ, നിത്യപിതാവാണ്. In Isaiah chapter 9 verse 6, for unto us a son is born, a child is given, he is wonderful counselor, an everlasting father, an eternal father. യേശു പറയുകയാണ്, ഞാൻ ആദ്യനാണ്, ഞാൻ അന്ത്യനാണ്. Jesus is saying, I am the beginning, I am the end. ഓ, നമ്മൾ പാടുന്നതും നമ്മൾ പ്രസംഗിക്കുന്നതും നമ്മൾ ആരാധിക്കുന്നതും ഇന്നലെ വന്ന് നാളെ മരിച്ചു പോകുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല. All that we sing and preach is all not about one person who appeared yesterday and is dying tomorrow. പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുൻപേ ഉണ്ടായിരുന്നവനും പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനെയുമാണ് നാം ആരാധിക്കുന്നത്. The one who existed even before all the universe was created, and the one who created the universe, we worship the creator. അവനില്ലാതിരിക്കുന്ന ഒരു കാലമില്ല. There is no time where he does not exist. യേശുവിന് ഭൂതകാലവുമില്ല, ഭാവികാലവുമില്ല, എപ്പോഴും വർത്തമാനകാലമാണ്. There is no past or future for Jesus. There is always present for the Lord Jesus. അതുകൊണ്ട് യേശു പറയുകയാണ്, ഞാൻ ആദ്യനാണ്, ഞാൻ അന്ത്യനാണ്, നിങ്ങളോടൊപ്പം ഉണ്ട്. കണ്ടാലും യുഗാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. Jesus saying, I am the first, I am the last. Behold, I will be with you even unto the end of the world. യേശു നമ്മോട് കൂടിയുണ്ട്. This Jesus is always with us. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് the foreknowledge of Jesus Christ. യേശു എല്ലാം അറിയുന്നു. Second thing we see about the foreknowledge of Jesus, that Jesus who knows about everything. അവിടെ യേശു പറയുകയാണ്, ഞാൻ നിന്റെ കഷ്ടത അറിയുന്നു, നിന്റെ ദാരിദ്ര്യം അറിയുന്നു, നീ കേൾക്കുന്ന ദൂഷണം അറിയുന്നു. There the Lord Jesus is saying, I know your works, I know your tribulation and poverty, I know the blasphemy of those who are saying about you. മൂന്ന് കാര്യങ്ങളിലൂടെ ഈ സഭ കടന്നു പോവുകയാണ്. Through the three things this church is going through. ഒന്ന് കഷ്ടതയാണ്. One is the tribulation. കഷ്ടത എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്ന കഷ്ടതകളൊക്കെ എത്രയോ ചെറിയ കഷ്ടതകളാണ്. If you are saying about suffering, the sufferings which we go through is all very little in the sense, in the light of theirs. രണ്ടു വലിയ
പാറക്കല്ലുകൾ എടുത്ത ഒരാളെ അതിന്റെ ഇടയ്ക്ക് വെച്ച് ഞെരുക്കുന്ന ഒരു അനുഭവം. താഴെയും പാറയാണ്, മുകളിലും പാറയാണ്. ഇങ്ങനെ ഞെരുക്കുന്ന ഒരു അനുഭവത്തിനുള്ള ഒരു മൂല വാക്കാണ് ഇവിടെ കഷ്ടത എന്ന് കൊടുത്തിരിക്കുന്നത്. This word called suffer, it's come from a root word which describes a person is being crushed from two rock stones. He's being crushed. In that kind of suffering is what this word is meaning. എല്ലാ തലങ്ങളിലും അവർ കഷ്ടതയിലൂടെ കടന്നു പോവുകയാണ്. In all ways they are going through various kinds of sufferings. അവർക്ക് ദാരിദ്ര്യമുണ്ട്, അവർക്ക് ഉപജീവന മാർഗങ്ങളില്ല. They are going through poverty, they are not able to find ways of living. ഇതിനിടയ്ക്ക് അവർ ധാരാളം അപമാനങ്ങൾ, അപവാദങ്ങൾ കേൾക്കുകയാണ്. In between that they are hearing lot of words of reproach and blasphemy. ഇവരുടെ ദാരിദ്ര്യം മാറിയിട്ടില്ല, ഇവരുടെ കഷ്ടത മാറിയിട്ടില്ല. യേശുവിനെ സ്വീകരിച്ചത് കൊണ്ട് നിനക്ക് എന്തുണ്ടായി എന്ന് ചോദിച്ച് ജനങ്ങൾ കളിയാക്കുകയാണ്. Their poverty has not gone, their sufferings has not gone. The people are making a mocking of them. What happened because you received the Lord Jesus? കർത്താവ് പറയുകയാണ്, നിന്റെ കഷ്ടത ഞാൻ അറിയുന്നു, നിന്റെ ദാരിദ്ര്യം ഞാൻ അറിയുന്നു, നീ കേൾക്കുന്ന അപവാദങ്ങളും അപമാനങ്ങളും ഞാൻ അറിയുന്നു. Jesus is saying, I know your sufferings, I know the poverty way that you are going, I know the words of reproach that you are hearing. കർത്താവ് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം വരുത്തുന്നില്ല? So we may think, even though the Lord is knowing, why is the Lord not bringing an answer to the situation? അത് ദൈവത്തിന്റെ വലിയൊരു പ്രവർത്തന മേഖലയാണ്. That is the great work of God. നമ്മെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാനുള്ള ദൈവത്തിന്റെ പദ്ധതി. Because the plan of God where he wants us to bring us out like the precious gold. എന്നിട്ട് കർത്താവ് പറയാണ്, വാസ്തവത്തിൽ നീ ദരിദ്രനല്ല. Again the Lord is saying, truly you are not a poor person. ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ ഭൗതികമായ കാര്യത്തിൽ നീ ദരിദ്രനാണ്. In the eyes of the world, in the worldly ways you may look poor. പക്ഷെ എന്റെ കാഴ്ചപ്പാടിൽ നീയാണ് ധനവാൻ. But in my when I look at you, you are the rich person. ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ ധനവാനും ലാസർ ദരിദ്രനുമാണ്. In the worldly ways, that rich man and Lazarus was a poor man. പക്ഷെ സ്വർഗത്തിന്റെ കാഴ്ചപ്പാടിൽ ഈ ലാസർ ആയിരുന്നു ധനവാൻ, അതുകൊണ്ട് അവനെ പർദീസയിലേക്ക് കൊണ്ടുപോയി. In the heavenly eyes, this Lazarus was a rich person and he was lifted to the paradise. ഈ 9-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, നീ ചിന്തിക്കുന്ന പോലെ ദരിദ്രനൊന്നുമല്ല. In chapter 9, towards 9, the Lord says, you are not you're thinking poor, but you are not poor. എന്റെ പട്ടണത്തിലുള്ള വലിയ കോടീശ്വരന്മാരാണ്, അവരാണ് ദരിദ്രർ. Oh, the people, the crorpatis who are staying in your city, they are the ones who are really poor. അവർക്ക് നല്ല കട്ടിലുകളും സോഫയെല്ലാം ഉണ്ടെങ്കിലും ഇരിക്കാൻ കഴിയുകയില്ല, കിടക്കാൻ കഴിയുകയില്ല, തലയണ പോലും വെക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. Wonderful sofas and mattresses and beds, they are not able to even sit down, even they can't even keep a pillow is what the doctors have advised them. അവർക്ക് ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കാനുണ്ടെങ്കിലും ഒന്നും കഴിക്കാൻ പാടില്ല, നോക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ കാഴ്ചപ്പാടിൽ പണമുണ്ടെന്നേ ഉള്ളൂ, അവർ ദരിദ്രരാണ്, നീയാണ് സമ്പന്നൻ എന്ന് കർത്താവ് പറയുകയാണ്. They have lots of food to eat, but they are not able to eat of it. They are just able to see it. Even though they have everything, they don't have anything. They are the true poor people. You are a rich person. നിങ്ങൾ ഡോക്ടർമാരാണല്ലോ, നിങ്ങൾക്ക് പല കോടീശ്വരന്മാരെയും അറിയാമല്ലോ. മനുഷ്യൻ എത്ര നിസ്സഹായനാണ്. അവരുടെ ബംഗ്ലാവോ അല്ലെങ്കിൽ ആ പണമോ എന്തെങ്കിലും ആ കഷ്ടതയിൽ, ആ വേദനയിൽ സഹായമാകുന്നുണ്ടോ? Many of you are in the medical community. You have come across many rich people, crorpatis, those who have bungalows. Has it any helped them when they are coming to a dire situation? They are helpless. ലോകപ്രകാരം ഒന്നുമില്ലെങ്കിലും ജീവിതത്തിൽ കർത്താവിനോടൊപ്പമായിരിക്കാൻ ഇടയാകുന്നത് എത്രയോ ഭാഗ്യമാണ്. Even as a worldly way, you may not possess anything, but the blessedness of possessing Jesus Christ, what a blessed way it is. എത്ര വലിയ സമാധാനമാണ്. What a great peace it gives to us. ഒരിക്കൽ ഞാനും പാസ്റ്റർ എംബോലോസും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളുമെല്ലാം ഹൈറേഞ്ചിൽ പ്രവർത്തിക്കുന്ന കാലം. Once me and Pastor Paulos, his wife and his children, we were all working together in a high range mountain area. ഇടുക്കി ഡാമിനടുത്ത്
കരിമ്പൻ എന്ന പേരുള്ള ഒരു കൊച്ചു ഗ്രാമമുണ്ട്. അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ സന്ധ്യയായി. ഞങ്ങൾക്ക് താമസിക്കുവാൻ വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല. There was a small village called Karimban in the Idiki village. When we had reached there, it was evening, and we did not have any house to stay in. ഹൈ റേഞ്ച് ആണ്, നല്ല തണുപ്പുണ്ട്, മഞ്ഞ് പെയ്യുന്നുണ്ട്. It was a high range place. It was very cold. Even it was snowy. ഞങ്ങൾ പാസ്റ്റർ പൗലോസിനോടൊപ്പം ആ കടത്തിണ്ണയിൽ കിടക്കാൻ തയ്യാറായി. We along with Pastor Paulus, we decided to stay along the shop side. അദ്ദേഹത്തിന്റെ ഭാര്യയും 5ഉം 2ഉം വയസ്സ് പ്രായമുള്ള 6 മാസം ഉള്ള മോളും ഈ 3 കുഞ്ഞുങ്ങളുണ്ട്. അവരും എങ്ങനെ ഈ മഞ്ഞത്ത് ഈ കടത്തിണ്ണയിൽ കിടക്കും എന്ന് ഞങ്ങൾ ചിന്തിച്ചു. But we were thinking, how his wife and his children, one is 5 years old, another is 2 years old, and a 6-month-old baby is there. How will they also lie down in this place, in this open place where it is snowing? ഈ കരിമ്പൻ എന്ന് പറയുന്ന ഈ ടൗൺ എന്ന് പറയുമ്പോൾ ഹൈ റേഞ്ചിലെ ഒരു കൊച്ച് പുല്ലുകളൊക്കെ കൊണ്ടുണ്ടാക്കിയ കൊച്ചു കൊച്ചു കടകൾ, വരാന്തകളൊന്നും അത്ര വലുതല്ല. അത് ചില പലതും സിമെന്റ് ചെയ്തതൊന്നുമല്ല. കൊച്ച് റിമോട്ടഡ് ഏരിയ ആണ് അന്ന്. This Karimban village, when you say it was in the high range area, very small shops were there. Even the verandas may not be cemented. It was very small remote area. ഞങ്ങൾ ഇങ്ങനെ തപ്പി നടന്നപ്പോൾ ഒരു ബാർബർ ഷോപ്പ് ഞാൻ കണ്ടു. When we went on searching like this, we came across a barber shop. ബാർബർ ഷോപ്പ് എന്ന് പറഞ്ഞാൽ അതിന് കതകും ജനലും ഒന്നും ഉള്ളതല്ല. A barber shop, if you describe about it, it has no door or windows. 4 തൂണിൽ കാട്ടു തൂണിൽ നിർത്തിയിരിക്കുകയാണ്. ഒരു താൽക്കാലികമായ ഷെഡാണത്. It was just a shed, a temporary shed built on 4 pillars. It was an open area. ഈ മുള ഹൈ റേഞ്ചിലൊക്കെ ഉള്ള മുള ചതച്ച് അത് തട്ടാക്കിയിട്ട് അതിന്റെ ഇല കൊണ്ട് തന്നെ മേൽക്കൂരയിൽ ഇങ്ങനെ മേഞ്ഞിരിക്കുന്ന ഒരു ചെറിയ ഷെഡ്. This bamboo, they had flattened it, and with the leaves they had made a shed. It was a small shed like that. നല്ലൊരു കാറ്റടിച്ചാൽ അത് പോകാം, വെയിറ്റ് കൂടിയാൽ അത് കൊക്കയിലേക്ക് താഴെ പോകാം. If a great wind comes, it can go off. If the weight is more, it can just float down the range. എങ്കിലും ഞങ്ങൾ അവിടെ കയറിയപ്പോൾ ഒരു കസേര മാത്രമുണ്ട്. പിന്നെ അദ്ദേഹം ഷേവ് ചെയ്തതും തലമുടി വെട്ടിയതും എല്ലാം അവിടെ ചെതറിക്കിടന്നിരുന്നു. ഒരു ചൂൽ അവിടെ ഇരുന്നു. ഞാനതെല്ലാം ഒന്ന് വൃത്തിയാക്കി. When we entered that place, there was one chair and all those hairs which were cut, and it was on the floor. There was a broomstick. We just swept it and cleaned that place. സിസ്റ്റർ സരോജവും അവരുടെ മക്കൾ ബില്ലി ഗ്രഹാമും ഇസ്രയേലും ഒരുപക്ഷെ ഇപ്പോഴത്തെ സൂസന്ന മോളും അവര് 3 പേരും അവിടെ കിടന്നു. ഞങ്ങൾ ആ വരാന്തയിൽ, കൊച്ചു കടയുടെ വരാന്തയിൽ പാസ്റ്റർ പൗലോസും ഞങ്ങളിൽ കുറെ പേര് വരാന്തയിലും കിടന്നു. So Sister Sarojim and their 3 children, Pastor Billy Graham and Israel Paulus and Susanna, they slept inside, and me, Pastor Paulus and other team, we slept on the veranda. വളരെ സമാധാനമായിട്ട് ഞങ്ങൾ ഉറങ്ങി. We slept in a great peace. നല്ല നിരന്ന ഒരു തറ പോലും ആയിരുന്നില്ല ആ വരാന്ത. It was not even a flat ground, that veranda. മഞ്ഞ് പെയ്യുകയാണ്. The snow was falling that day. ജീവിതത്തിൽ കർത്താവ് ഉണ്ടെങ്കിൽ ഏത് സാഹചര്യവും നമുക്ക് സന്തോഷമാണ്. If the Lord is there with us in any situation, Jesus, it is a joyous situation for us. ഞാൻ ഒരിക്കല് ന്യൂയോർക്കിലെ ഒരു മീറ്റിംഗിന് ശേഷം ഒരു വീട്ടിൽ വിശ്രമിക്കുകയാണ്. Once after a meeting, I was resting in a house in New York. ന്യൂയോർക്കിലെ ഒരു പോഷ് ഏരിയയില് ഒരു വലിയ ബംഗ്ലാവില് എനിക്ക് ഒരു മുറി നൽകി. യോഗം കഴിഞ്ഞ് ഞാൻ ആ റൂമിൽ കയറി ഉറങ്ങിപ്പോയി. It was a posh area. It was a great bungalow. I was given a room. After the meeting was over, I went into the room and rested. ഒരു 12 മണി ആയപ്പോൾ ആ റൂമിൽ ആ വീട്ടുടമസ്ഥനും ഭാര്യയും എന്റെ അടുക്കൽ വന്നു. At around 12 midnight, that owner of the house and the wife came to me. അവരെന്നെ തട്ടി വിളിച്ചു. They knocked to open and they woke me up. അവർ പറഞ്ഞു, എന്റെ പാസ്റ്റർ എന്നാ ഉറക്കമായത്? They asked, Pastor, what kind of sleep is this? പാസ്റ്റർ ഇവിടെ വിളിച്ചോണ്ട് വന്ന എന്തിനാണെന്ന് അറിയാമോ? They asked, do you know why we invited you, Pastor, here? ഞാൻ പറഞ്ഞു, എനിക്കറിഞ്ഞൂടാ.
So I said, I don't know. എന്റെ പാസ്റ്ററെ, ഞങ്ങൾ ഉറങ്ങിയിട്ട് കുറെ നാളായി. പാസ്റ്ററെ വിളിച്ചൊന്ന് പ്രാർത്ഥിപ്പിക്കാൻ ഇവിടെ കൊണ്ടുവന്ന് പാസ്റ്റർ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുക. Pastor, it has been a lot of days since we have slept, so we wanted you to pray for us. So Pastor, how come you are sleeping in this place? ഞാൻ പറഞ്ഞു, എന്റെ ഈ യാത്രയും പിന്നെ ആ കൺവെൻഷൻ പ്രസംഗവും എല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ചു പോയി. പിന്നെ ടൈം ഡിഫറൻസും ഞാൻ ഉറങ്ങിപ്പോയതാ, ക്ഷമിക്കണം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. So Pastor, I told them I had had a long journey. It was a time lag was there, and also I had preached in this convention, so I had needed rest. So that's why I rested. Please forgive us, and I want to pray for you, I said to them. ലോകപ്രകാരം സമ്പന്നനാകുന്നു എന്നതിലൊന്നും നമ്മൾ ചിന്തിക്കുന്ന അർത്ഥങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ ദരിദ്രരല്ല, നിങ്ങൾ സമ്പന്നരാണ്. The only way that we become rich, there's no matter attached to it. That's why Jesus is saying, you are not poor, you are rich. രണ്ടാമത് കർത്താവ് പറയുകയാണ്, ദൂഷണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യഹൂദന്മാർ, പള്ളിക്കാരാണ് നിങ്ങളെ ദൂഷിക്കുന്നത്. Here we see that people were reproaching, the Jewish people were reproaching them in that time. ഇവർക്കുള്ള പ്രശ്നം, ദൈവത്തെ വിശ്വസിക്കുന്ന പാരമ്പര്യമുള്ള ഈ പള്ളിക്കാർ, ഈ ജൂതന്മാർ ഞങ്ങളെ കളിയാക്കുന്നല്ലോ, മറ്റുള്ളവരൊക്കെ കളിയാക്കിക്കോട്ടെ, ഇവര് ഞങ്ങളെ കളിയാക്കുന്നല്ലോ എന്നുള്ളതായിരുന്നു ഈ സ്മുർന്ന സഭയുടെ പ്രശ്നം. The problem that this Smyrna church faced was, leave alone those who are outside who are making fun of us, but these traditional Jews who know us, they are making fun of us, was the issue that they were facing. യേശു പറയുകയാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അവർ ജൂതന്മാരാണെങ്കിലും അവർ സാത്താന്റെ പള്ളിക്കാരാണ്, അത് അവരവരുടെ തൊഴിൽ ചെയ്യും, ഇത് നീ അറിയണം. Jesus is saying, though you are thinking that they are traditional Jews, but they are the people who are belonging to the synagogue of Satan. Let them do their work, but you hold on to your work. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും എതിർപ്പുകൾ, അപമാനങ്ങൾ, നിന്ദകൾ നമ്മൾ പ്രതീക്ഷിക്കാത്തിടത്തുനിന്ന് വരുമ്പോൾ ഓർത്തുകൊള്ളണം, അവർ സാത്താനുമായി ബന്ധപ്പെട്ടവരാണ് എന്ന് പറഞ്ഞ് വിട്ടുകളയണം. That means even when we go through difficulties and people are making fun of us and reproaching us, do not be anxious about it. Think that they belong to the church of Satan. മൂന്നാമത്തെ കാര്യം കർത്താവിന്റെ പ്രവചനമാണ്, the prophecy of Jesus Christ. The third division that we see here is the prophecy of Jesus Christ. രണ്ടാം അധ്യായം 10-ാം വാക്യത്തിൽ നമുക്ക് കാണാം. Chapter 2 verse 10 we see that. യേശു പറയുകയാണ്, പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കും, 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. Jesus is saying that the devil will throw you, some of you, into prison. You may be tested and you will have tribulation for 10 days. യേശുവിന്റെ പ്രവചനം നമ്മൾ ഇന്ന് കേൾക്കുന്ന പ്രവചനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. The prophecy of Jesus is slightly different from the prophecies that we hear in these days. നമുക്ക് ഇഷ്ടപ്പെടാത്ത പ്രവചനമാണിത്. This is a prophecy which we do not like. നമ്മളെ ദൈവം വിദേശത്തേക്ക് അയക്കാൻ പോകുന്നു, വിസ പറന്നു വരുന്നു, വാതിലുകളെല്ലാം തുറക്കപ്പെടുന്നു, ഇതൊക്കെയാണ് നമുക്ക് ഇഷ്ടം. This prophecy is where the Lord is going to take us to a foreign country, visa is flying and coming. All these kinds of prophecies bring joy to us. അങ്ങനെയുള്ള പ്രവചനമുണ്ട്, നല്ലത് തന്നെ, തെറ്റൊന്നുമല്ല. പക്ഷെ അത് തന്നെയാണെങ്കിൽ അപകടമാണ്. Those type of prophecies can be there. It is good. It's not wrong. But if that is only the prophecy that you believe in, then it is a great wrong thing that you're doing. അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ യേശുവിനെ സമീപിക്കുന്നെങ്കിൽ പ്രശ്നം തിരിഞ്ഞു വരുമ്പോൾ നമ്മുടെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടും. If we are seeking the Lord only for those kinds of material benefits, when we go through difficulties and sufferings, people may question our faith. യേശുവിടെ പറയുകയാണ്, നിങ്ങൾ ചില ജയിലിൽ പോകാൻ പോവുകയാണ്, 10 ദിവസം കിടക്കും എന്നുള്ളതാണ് പ്രവചനം. Here Jesus is prophesying that some of you are going to the prison and 10 days you will be tested there. അത് നിങ്ങളുടെ ഒരു പരീക്ഷയാണ്. That is one kind of testing that you're going to go through. ആ പരീക്ഷയിൽ ജയിച്ചു കഴിഞ്ഞാൽ if you're going to അറിയപ്പെട്ടവരാകും. If you're going to be victorious in that test, you will be people who are known of others. നിങ്ങൾ പലരും MBBS-നും MD-ക്കും MS-നും ഒക്കെ പഠിച്ച പരീക്ഷയുടെ സമയങ്ങൾ എത്ര വലിയ ടെൻഷൻ ആയിരുന്നു. Some of you who have studied through MBBS and MD and MS, those times of exams, what kind of anxious situations you would have gone through. അന്ന് നിങ്ങളെ ഇതുപോലെ ആരും കണ്ടിരുന്നില്ല, ആദരിച്ചിരുന്നില്ല. നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നു, ഒരു മുറിയിലായിരുന്നു, ഒരു പരീക്ഷണശാലയിലായിരുന്നു.
Those days, no one was honoring you or knowing about you. You were alone in a single room in those testing situations. You were going through that test difficult. അന്ന് നിങ്ങൾ വളരെ ടെൻഷനിലൂടെ കടന്നു പോയപ്പോൾ ചിലർക്ക് ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. അവർ നന്നായിട്ട് ഉറങ്ങി, അവർ നന്നായിട്ട് കഴിച്ചു, നന്നായിട്ട് നടന്നു. Those days when you were going through high tension time, other people did not have those kind of tension. They had good food, they slept well, and they had a easy life. അവരാരും ഇപ്പോൾ ഡോക്ടർമാരല്ല. But those people have not become doctors today. നിങ്ങൾ ആ പരീക്ഷ ജയിച്ചത് കൊണ്ട് നിങ്ങൾ മാനിക്കപ്പെടുന്നു, ആദരിക്കപ്പെടുന്നു, നിങ്ങളുടെ അടുക്കൽ രോഗികൾ വരുന്നു. But those of you who have passed that test, because of that, you have been honored. People know about you. Patients want to be treated of you. ദൈവം അനുവദിക്കുന്ന ചില കഷ്ടതകളുണ്ട്, അത് അനുഭവിക്കാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെയുള്ള പ്രവചനങ്ങൾ കേൾക്കാൻ നമുക്ക് താല്പര്യമുണ്ടാകണം. There are certain testings that the Lord allows, and we need to be ready to go through that test, and we need to be ready to hear those kind of prophecies too. പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസും ശീലാസും ഫിലിപ്പിയ കാരാഗൃഹത്തിൽ പോകുന്ന നമ്മൾ കാണുന്നുണ്ട്. In Acts chapter 16 we see Paul and Silas being put into the prison. അവരൊരു ദൈവിക ദർശനം കണ്ട് സുവിശേഷത്തിന് വേണ്ടി പോയവരാണ് ഫിലിപ്പിയിൽ. They had seen a divine vision and gone to that region of Philippi. പക്ഷേ ആ ദർശനം കണ്ടവർ അവിടെ പോയെങ്കിലും അവസാനം അവർ ജയിലിൽ പോകേണ്ടി വന്നു. Even though they had obeyed the vision and gone to that place, finally they had to land up in the prison. അവരുടെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടു. Their hands and feet were chained. അവരുടെ ശരീരം മുഴുവൻ അടിച്ച് പൊട്ടിച്ചു. Their bodies were battered and bruised. അവർക്ക് വിശപ്പിന് ഭക്ഷണം കൊടുത്തില്ല. Even food was not given for their hunger. വലിയ കുറ്റവാളിയായിട്ട് അവരെ കണക്കാക്കി. They were treated like very bad criminals. പക്ഷേ അവർ കംപ്ലൈന്റ് ഒന്നും പറഞ്ഞില്ല. But they did not want to complain in that situation. അവർ ആരെയും പ്രാഗിയില്ല. They didn't want to go and fight with anyone. അവർ അർദ്ധരാത്രിയിലും പാടി അർദ്ധരാത്രിയിലും പ്രാർത്ഥിച്ചു. Even in the midnight they sang and praised and prayed to God. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ജയിൽ സൂപ്രണ്ടിനെ സ്നാനപ്പെടുത്തിയിട്ട് അവർ പുറത്തു വന്നു. What happened as a result of it? They also baptized the person who was in charge of the prison and came out. ഇവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് 10 ദിവസം ജയിൽ ശിക്ഷ ഉണ്ടാകും, പേടിക്കരുത്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. Here the Lord is saying, you will go through 10 days of testing in the prison. Do not be afraid. I am with you. നാലാമതായിട്ടുള്ളത് കർത്താവിന്റെ കൽപ്പനയാണ്, the commandment of Jesus Christ. Fourth thing that we see is the commandment of Jesus Christ. 2:10 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. In the second part of verse 10 we see, be thou faithful unto death. അതൊരു കൽപ്പനയാണ്. That is a commandment. മരണപര്യന്തം. To be faithful unto death. Be faithful until death എന്ന് പറയുന്നതിനേക്കാൾ be faithful up to death എന്ന് പറയുന്നതാണ് അതിന്റെ ശരിയായ മൂലഭാഷയിലുള്ള ട്രാൻസ്ലേഷൻ. The true translation from the root word is being faithful up to death. എന്ന് പറഞ്ഞാൽ മരണം വരെ, മരിച്ചുകൊണ്ടിരിക്കുമ്പോഴും വിശ്വസ്തനായിരിക്കണം. That means even till death, even while dying, you need to be faithful. അതാണ് സ്തെഫാനോസിൽ നമ്മൾ കാണുന്നത്. That is what we look at in the life of Stephen. അപ്പോസ്തല പ്രവൃത്തി 6-7 അധ്യായങ്ങൾ വായിക്കണം. When you read the chapters 6 and 7 of Acts, അദ്ദേഹം വിശ്വസ്തനായിരുന്നു. he was a faithful person. മരണം വരെ വിശ്വസ്തനായിരുന്നു. He was faithful up to death. മരണത്തിലും വിശ്വസ്തനായിരുന്നു. Even while he was dying, he was faithful. യേശുവിനെ തള്ളി പറഞ്ഞില്ല. He did not deny the Lord Jesus. മുട്ടുകുത്തി വിശ്വസ്തനായി മരിച്ചു. He knelt down and as a faithful person he died. ഇപ്പോൾ ഇത് കർത്താവിന് നമ്മളോടുള്ള കൽപ്പനയാണ്, അപേക്ഷയല്ല. ഇറ്റ്സ് ആൻ ഓർഡർ. അതൊരു കൽപ്പനയാണ്. That is a commandment from the Lord. It is not a suggestion. കർത്താവിന്റെ കൽപ്പന. This is a commandment from the Lord. നമുക്ക് ദൈവസന്നിധിയിൽ വിശ്വസ്തരാകാം. Shall we become faithful in the presence of the Lord? അഞ്ചാമത്തെ കാര്യം വാഗ്ദത്തമാണ്, കർത്താവിന്റെ വാഗ്ദത്തം, the promise. The fifth division we see in this is the promise of our Lord. 2-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ നമ്മൾ ഇത് കാണുന്നു. Chapter 2 verse 10 and 11 we see this. 2 വാഗ്ദത്തങ്ങളാണ് കർത്താവ് നൽകുന്നത്. 2 promises the Lord is giving. നീ വിശ്വസ്തനായാൽ ജീവകിരീടം ഞാൻ നിനക്ക് നൽകാം. If you are faithful, I will give you a crown of life. രക്തസാക്ഷികൾക്കുള്ളതാണ് ജീവകിരീടം.
The crown of life belongs to the martyrs. ലോകത്തിന് നിന്റെ കഴുത്ത് വെട്ടിക്കളയാൻ കഴിവുണ്ടായിരിക്കും. This world can behead you. പക്ഷെ എനിക്ക് നിന്നെ ഉയർപ്പിച്ച് തലയുള്ളവനാക്കി ആ തലയിൽ കിരീടം വെക്കാൻ കഴിയും. But I am able to raise you up and have that head that fixed that crown of life over you. ഇതാണ് കർത്താവ് പറയുന്നത്. This is what the Lord is saying. ജയിക്കുന്നവന്, വിശ്വസ്തനായിരിക്കുന്നവന് ഞാൻ ജീവകിരീടം കൊടുക്കും. To the one who is faithful and is victorious, I will give him a crown of life. രണ്ടാമത്തെ കാര്യം, അവന് രണ്ടാം മരണത്തിന്റെ ദോഷമുണ്ടാകുകയില്ല. Second thing, he will not be hurt of the second death. എന്താണ് ഒന്നാമത്തെ മരണവും രണ്ടാമത്തെ മരണവും? What is the first death and the second death? ഒരിക്കൽ ജനിച്ചവൻ രണ്ട് പ്രാവശ്യം മരിക്കും. The one who is once born will die twice. രണ്ട് പ്രാവശ്യം ജനിച്ചവൻ ഒരിക്കലേ മരിക്കൂ. The one who is twice born will die once. വെളിപ്പാട് പുസ്തകം 20:5-6 വാക്യങ്ങളിൽ നമ്മൾ വായിച്ചാൽ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ, അവൻ യേശുവിനോട് കൂടി വാഴും. In Revelation chapter 20 verse 5 and 6, when we read, blessed is the person who partakes of the first resurrection, is said there. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ രണ്ടാമത്തെ മരണം എന്ന് പറയുന്നത് നരകമാണ്. In one sentence, if I want to say what is the second death, it means hell. ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി അകന്നു പോകുന്നതാണ്. It is an eternal separation from God. വിശ്വസ്തനായിരിക്കുന്നവന്, ജയിക്കുന്നവന് രണ്ടാം മരണത്തിന്റെ ദോഷം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ നരകത്തിൽ പോകുകയില്ല, അവന് ജീവകിരീടം ലഭിക്കുമെന്നാണ്. The one who is faithful and victorious, he is not hurt of the second death. That means he is not going to hell, but he is receiving the crown of life. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വസ്തരാകാം. Dear friends, shall we become faithful? ജീവകിരീടത്തിന് അവകാശികളാകാം. Shall we become eligible for the crown of life? ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. May the Lord bless us with this blessed precious. അനുവദിക്കുകയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പെർഗമോസ് സഭയെക്കുറിച്ച് വെളിപ്പാട് 2:12 മുതലുള്ള വാക്യങ്ങൾ പഠിച്ചുകൊണ്ട് വരണം. Yes, if the Lord willing, we will learn from the church of Pergamos. I would request you to read from verse 12 onwards and attend the coming week. കർത്താവ് നിങ്ങളെ ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. May the Lord bless you all richly. Thank you. Amen. Amen. Praise God. Thank you so much, Pastor, for this wonderful way that you have spoken to us. And I believe it's been a great time of teaching of the Word of God. Let's not just be hearers of the Word. Shall we go into a time of prayer and submission to the Lord and ask God, Lord, you are commanded to be faithful even unto death. And Lord, give us the grace of God. Help us, oh Father God, not to be afraid of the tribulations that we go through or the testings that we are put into, oh God. But Lord, we want to be faithful even unto death. We want to be overcomers, oh Father. We do not want to be hurt by the second death. Can we all submit our lives into the hands of God, even the word that we have received? Let us take it as a time of searching our hearts and say to God, Lord, is there any way, oh God, that, Lord, even though the tribulations that we go through, you are the God of foreknowledge. You know everything. He said, I am the first and the last. I am the beginning and the end. Amen. Our future is safe and secure in His hands. Therefore, even though we may go through pains, the sorrows that can lead us to death-like situation, our Lord will never leave us. He has promised, I will never leave you nor forsake you. Amen. Our Lord Jesus has promised His presence with us. He has promised that He is always with us. Hallelujah. Shall we all submit our lives into the hands of our Creator? He is the one who created us. Amen. He is the one who knows our end from the beginning, and He has called us to be faithful unto death. Amen. As the church of Smyrna received the message, though they were going through painful situation, the Lord comforted them with the words of His promise that I will give you the crown of life. You will not be hurt
by the second death. Hallelujah. Can we take some time and thank the Lord for the precious privilege of knowing Him and resubmitting our lives into the hands of God and saying, Lord, we do not want to be hurt by the second death, oh God. Lord, we want to be faithful up to death, even while dying, oh God. Like Stephen Martyr, his face became like the face of an angel when he was being stoned. Can we submit our lives into the hands of the Creator and ask God, oh Father, Lord, fill us with that, Lord, spirit of perseverance, oh God, in the midst of testings and tribulations, oh God. Lord, we would not deny you, oh Father. We will not give up on faith, oh God, but we will stay strong in your word, oh Lord. We will stay strong in the faith, oh Lord. We will stay strong in the fellowship of the saints of God. Hallelujah. Hallelujah. Shall we ask God, oh Father, Lord, fill us with that grace, oh Father God. Fill us with that strength from above, oh Father God, to be a bold witness unto you, oh God. As your word says, you will receive the Holy Spirit. You will receive the power to be a witness unto me, oh God, even unto death. Even that we have to. That Smyrna was a place of martyrs where they gave up their lives. Hallelujah. As we have received from the word of God, can I ask to one or two of you to respond in prayer? Hallelujah. Hallelujah. One of you or two of you can unmute and pray for the blessed time, the word that we have heard. Based on the word, can you lead us in prayer? Amen. Can I call upon Pastor Justin Joseph to lead us in prayer? Loving Father, we thank you and praise you, God, for this time, God. We thank you, Lord, for your word, oh Lord, from this Revelation book we could hear, Lord. We thank you, oh God. Give us all that grace, oh God, to hear this word and to follow your word and to have that faith, oh God, to stand firm till the end, oh God. Empower everyone who have joined this meeting, oh God. Thank you for your great servant of God who ministered toward us through his life and words, oh God, and inspired us, oh God, to lead a life pleasing to you, oh God. Oh God, everyone who are joined this meeting through this Zoom from various places, oh God, let their lives, oh God, be reflected to and be pleasing to you and win souls for you, oh God, and prepare everyone for your soon coming, oh God. Bless us, oh God. Lord, let our faces be shining, oh God, whomever we meet, oh God. Let your glory shine in and through our lives, oh God, so that we will also get that crown of life, oh God. Grant us all with that wonderful hope, oh God. We thank you and praise you. In Jesus' mighty name we pray. Amen. 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 One more person can lead us in prayer. Is Dr. Divya there? Father, we thank you. Father, we praise you. Father, we worship you, Father, Lord. Lord, as we heard, Father God, Lord, as we heard from your word, oh Father God, Lord, let our hearts, oh Father God, let our hearts be, Father, Lord, not hardened, oh Father God, Lord, but let it be, Father God, a soil, oh Father God, that can multiply what we heard right now, Father God. Lord, we ask of you, Father God, Lord, let every single seed that was sowed, oh Father God, Lord, let it multiply, Father, Lord, and let us, Lord, oh Father, Lord, sow into the lives of other people, Father. For your word says, oh Lord, blessed is he, Lord, who hears from this book, oh Father God. Lord, as we have heard your word, oh Father God, let it be a blessing in our lives and blessing in the lives of everyone to whom we talk about it, oh Father God. We thank you and we praise you, Father, Lord. I bless the man of God who has spoken to us and has blessed us, oh Father God. Lord, let your glory be upon his life, oh Father, Lord. Lord, give him more revelation, oh Father, from your word, oh Father God. Lord, let him, Father God, reveal more, oh Father God, by your Spirit to us, oh Father God. Lord, we thank you and we praise you, Father God. All these things we ask and we pray in your name, Lord. Amen. 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 Praise God.